ഇന്ന് കുക്കിംഗ് വീഡിയോയ്ക്ക് പകരം ഒരു ക്രാഫ്റ്റ് ആയാലോ? ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് കുന്നിക്കുരു ഉണ്ടാക്കാം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു സൈസ് കാട്ടുചീര പോലത്തെ ഒരു ചെടിയുടെ വിത്തുകളാണ് കേട്ടോ. ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പെയിൻറ് എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു ബ്രഷ്. ഇതെല്ലാമാണ് നമുക്കിപ്പോൾ ഒരു കുന്നിക്കുരു ഉണ്ടാക്കാൻ ആവശ്യമായ സാധനം. എല്ലായിടത്തും കുന്നിക്കുരു കിട്ടണമെന്നില്ലല്ലോ, അതുകൊണ്ടാട്ടോ. ഇവിടെ ഒന്നും കുന്നിക്കുരു ആയിട്ടില്ല, അതിൻ്റെ ചെടി മുളയിട്ട് വന്നതേ ഉള്ളൂ. പക്ഷേ അതിലൊന്നും കുന്നിക്കുരു പിടിച്ചില്ല. അപ്പോൾ എനിക്കൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുന്നിക്കുരു വേണമായിരുന്നു. അങ്ങനെയാണ് ഉണ്ടാക്കണേ. ഞാനിതിപ്പോൾ 2 കളർ എടുത്തിട്ടുണ്ട്, റെഡും ബ്ലാക്കും. ഫസ്റ്റ് നമ്മൾ ആ വിത്തിൽ അല്ലെങ്കിൽ ആ ഒരു കായയില്ലേ അതിൽ മൊത്തം റെഡ് കളർ ആദ്യം നമ്മൾ ആ പച്ചക്കാ മൊത്തം റെഡ് അടിക്കണം. എല്ലാത്തിലും റെഡ് കളറ് ഫില്ല് ചെയ്ത് വെച്ചിട്ട് പിന്നീട് നമുക്കത് കുറച്ചൊന്ന് ഉണങ്ങാൻ വെക്കണം. എന്നിട്ട് അതെല്ലാം ഞാൻ വെച്ചു. അത് കുറച്ചൊന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 2-3 സെക്കൻഡ്. അപ്പോഴത്തേക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വന്നു. എന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡിലായിട്ട് മാത്രം ബ്ലാക്ക് കളർ ഞാൻ കൊടുക്കുവാണ്. അങ്ങനെ എല്ലാത്തിലും ബ്ലാക്ക് കളർ കൊടുത്തിട്ട് വയ്ക്കുവാണ്. ഒരു എൻഡിൽ മാത്രം, നമുക്ക് എല്ലാവർക്കും കുന്നിക്കുരു കണ്ട് പരിചയമുള്ളതാണല്ലോ, ഒരു എൻഡിൽ മാത്രം നന്നായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക. എല്ലാത്തിലും ബ്ലാക്ക് കളർ കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്ന് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ആ ബ്ലാക്ക് കളർ കൂടി അതൊന്ന് ജസ്റ്റ് ഫിക്സ് ആവാൻ വേണ്ടിയിട്ട് വെയിലത്ത് വയ്ക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഉണങ്ങിയ ശേഷം നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പോൾ കുന്നിക്കുരുവിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കുന്നിക്കുരു ഉണ്ടാക്കാം. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.